സിനിമ നമുക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. നമുക്ക് നമ്മുടെ ഒപ്പീനിയനും പറയാം. അതൊക്കെ നമ്മുടെ ഫ്രീഡാണ്. പൈസ കൊടുത്ത് ഒരു പ്രൊഡക്റ്റ് കിട്ടി അല്ലെങ്കിൽ ഒരു സർവീസ് കിട്ടിയിട്ട് സർവീസ് മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാനുള്ള എല്ലാ അവകാശവും നമുക്കുണ്ട്. അല്ലാതെ പോസിറ്റീവ് മാത്രം പറയണമെന്ന് സർവീസ് കൊടുക്കുന്ന ആൾക്ക് നിർബന്ധം പിടിക്കാനൊന്നും പറ്റില്ല. ഹലോ മലൈക്കോട്ടെ വാലിബൻ എന്തോന്നാ ഇവർ എടുത്തു വെച്ചിരിക്കുന്നത്? കൂതറപ്പടം എന്ന് പറഞ്ഞാൽ വെറും കൂതറപ്പടം. മലങ്കൾട്ട് എന്ന് പറഞ്ഞ എജ്ജാതി മലങ്കൾട്ട്. ഹരീഷ് പേരടി ആളൊക്കെ പണി നിർത്തണം. ഇവിടെ നമ്മുടെ കോസ്റ്റ്യൂമോടെ കളിയാക്കല്ലേ. പക്ഷേ ഈ സിനിമക്കാര് പറയുന്നത് പോലെ നല്ല സിനിമകളെയും ഈ മലങ്കൽ റിവ്യൂസ് മലങ്കൾട്ടാന്ന് പറഞ്ഞ് നശിപ്പിക്കുന്നുണ്ടോ? ഐ ആം പ്രണവ് സാപ്പിയൻ. വെൽക്കം ടു JP മൂവീസ്. ഞാനായാലും ഈ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് സിനിമ കാണാൻ പോകല്. അതിന് യൂട്യൂബ് റിവ്യൂസ് ഇല്ലാത്ത കാലത്തായാലും നമ്മുടെ ഓൺലൈൻ പോർട്ടൽസിലൊക്കെ റിവ്യൂസ് വരും. അതിന് ഈ മാതൃഭൂമി ആയാലും മനോരമ ആയാലും ഈ പോർട്ടലിലൊക്കെ സിനിമ ഇറങ്ങിയ അന്ന് തന്നെ റിവ്യൂസ് ഉണ്ടാവും. അപ്പൊ അതെല്ലാം നോക്കി സിനിമ നല്ലതാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് തന്നെയാണ് സിനിമ കാണാൻ പോകുക. അല്ലാതെ കയ്യിലെ പൈസ വെറുതെ പൊട്ടിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ. ഇന്നൊരു സിനിമ ടിക്കറ്റ് നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ ഏകദേശം 200 രൂപ ആവറേജ് ആവും. അപ്പൊ രണ്ടാളുണ്ടെങ്കിൽ 400 ആയി. ഇനി ഇന്റർവെല്ലിൽ ഒരു സ്നാക്സ് കൂടി മേടിക്കുന്നത് കൂട്ടുക, അങ്ങനെ ഏകദേശം ഒരു 500 രൂപ നമുക്ക് ആവുന്നതായിരിക്കാം. അപ്പൊ 2 സിനിമ കണ്ടാൽ 1000 രൂപയായി. അപ്പൊ ഈ 500 രൂപ കൊടുത്ത് സിനിമ കണ്ടാക്ക് സിനിമ മോശമാണെങ്കിൽ സിനിമ മോശമാണെന്ന് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. ഇത് 10 കോടിക്ക് എടുത്ത സിനിമയാണ്, ഒരുപാട് ആൾക്കാരുടെ അധ്വാനാണ്. അതുകൊണ്ട് 500 രൂപയ്ക്കല്ല 1000 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താലും മിണ്ടാതെ ഇരുന്ന് കണ്ട് എണീച്ചു പോകണം എന്ന സിനിമാക്കാരുടെ ആ ഒരു വാദത്തിനോട് എനിക്കൊരു യോജിപ്പില്ല. ഇപ്പൊ നമ്മളൊരു ഫോൺ മേടിച്ച് ആ ഫോൺ നമ്മൾ വിചാരിച്ച പോലെ വർക്ക് ആവുന്നില്ല. അത് വർക്കാവുന്നില്ലെങ്കിൽ നമ്മളെ പൈസ കൊടുത്ത് മേടിച്ചാണ്, നമുക്ക് അത് മോശമാണെന്ന് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. ആ സമയത്ത് കമ്പനിക്കാർ പറയാണ് ഞങ്ങൾ ഇത്ര ആൾക്കാർ അധ്വാനാണ്, ഇത്ര സ്റ്റാഫ് അതിൽ വർക്ക് ചെയ്താണ്, ഇത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു കമ്പനി ഉണ്ടായത്. ഇതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് പറയാം ഫോൺ വർക്ക് ആവുന്നില്ല, അതിന്റെ നെഗറ്റീവ് നമുക്ക് പറയാം, അത് നമുക്ക് ഓൺലൈനായിട്ട് പറയാം. ഇനി ഫോൺ എത്ര മോശമാണെങ്കിലും നിങ്ങൾ ഒന്നും മിണ്ടാതെ തന്നെ യൂസ് ചെയ്യണം, വേറെ ആളെ കൊണ്ട് വേടിപ്പിക്കണം എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് സിനിമാക്കാര് പ്രേക്ഷകരോടും പറയുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇതുപോലെ തന്നെ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് ആൾക്കാർ സിനിമ കാണാൻ പോവുക. ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമയൊക്കെ ആണെങ്കിൽ അവിടെ ക്രിട്ടിക്സിനായിട്ട് തന്നെ സ്പെഷ്യൽ ഷോ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ഈ ഫാൻസിന് ജയ് വിളിക്കാൻ ഒരു സ്പെഷ്യൽ ഷോ വെക്കുന്നുണ്ടല്ലോ, അതുപോലെ ആ ഷോ കഴിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ക്രിട്ടിക്സ് എല്ലാം സിനിമയുടെ റിവ്യൂ ഇടും. അതായത് സിനിമ ഇറങ്ങുന്നതിന്റെ മുന്നേ തന്നെ, അതായത് സിനിമകൾ ഇറങ്ങുന്നതിന്റെ മുന്നേ തന്നെ കാണികൾക്ക് മനസ്സിലാകും ഇറങ്ങാൻ പോകുന്നത് നല്ല സിനിമയാണോ മോശം സിനിമയാണോ എന്ന്. അപ്പൊ അതിൽ നെഗറ്റീവ് റിവ്യൂ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സിനിമ ഓടുകയില്ല. അതായത് ഈ റിവ്യൂ ചെയ്യുന്നതൊക്കെ അവിടുത്തെ മെയിൻ ക്രിട്ടിക്സ് ആണ്, അതായത് അവിടുത്തെ അത്രയും പോപ്പുലർ ആയിട്ടുള്ള അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ക്രിട്ടിക്സ് ആണ്, അല്ലാതെ ഈ ഇൻഡിവിജ്വൽ കാണികളുടെ ഒപ്പീനിയൻ അല്ല അവിടെ എടുക്കുന്നത്. അതേസമയത്ത് തന്നെ റോട്ടൻ ടൊമാറ്റോസ് പോലുള്ള വെബ്സൈറ്റിലും ഇതുപോലെ സിനിമയുടെ റേറ്റിംഗ് വരും. ഈ റോട്ടൻ ടൊമാറ്റോസിലും IMDbയിലൊക്കെ റേറ്റിംഗ് ഒക്കെ നോക്കി തന്നെയാണ് അവിടുത്തെ സിനിമാ പ്രേക്ഷകരൊക്കെ സിനിമ കാണാൻ പോകുന്നത്. അതായത് ഇവിടുത്തെ സിനിമക്കാർ പറയുന്ന പോലെ സിനിമ ഇറങ്ങി കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടൊന്നല്ല അവിടെ ആയാലും റിവ്യൂ വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ചില സിനിമകൾക്ക് സിനിമ ഇറങ്ങുന്നതിന്റെ മുന്നേ തന്നെ റിവ്യൂ വന്നിട്ടുണ്ടാവും. സിനിമ കണ്ട ആൾക്കാരുടെ പേഴ്സണൽ ഒപ്പീനിയൻ, അത് പേഴ്സണൽ റേറ്റിംഗും IMDbയിൽ ഉണ്ടാവും. അതിനിപ്പോ എത്ര നല്ല സിനിമയാണെങ്കിലും എല്ലാവരും പോസിറ്റീവ് ആയിട്ടുള്ള റേറ്റിംഗ് കൊടുക്കണമെന്നൊന്നുമില്ല, നെഗറ്റീവ് റേറ്റിംഗ് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളതൊക്കെ ഒരു അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ടാണ് കണക്കാക്കുക. നമ്മളെപ്പോഴും ആ ഒരു സൈറ്റിന്റെ IMDbയുടെ റോട്ടൻ ടൊമാറ്റോസിന്റെ ഒക്കെ ഓവറോൾ റേറ്റിംഗ് ആണ് നമ്മൾ നോക്കാറ്. ഇപ്പൊ നമ്മുടെ മലയാള സിനിമയുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ ആണ് നമ്മുടെ മെയിൻ ക്രിറ്റിക്സ് റിവ്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അത് കണ്ടിട്ടാണ് ഭൂരിഭാഗം ആൾക്കാരും സിനിമ കാണണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം മമ്മൂട്ടിയുടെ കാതൽ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് വരെ സിനിമയെ പറ്റി ഒരു ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നോർമലി ബോളിവുഡിലെ മസാല സിനിമകളൊക്കെ വെച്ചിട്ടാണല്ലോ ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യൻ സിനിമകൾ അറിയപ്പെടുന്നത്. അതിന്റെ കൂടെ ഇറങ്ങിയ ഈ ഒരു മലയാള സിനിമയെ അത്രയ്ക്ക് പോസിറ്റീവ് ആയിട്ടായിരുന്നു ആ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു വിധത്തിലുള്ള എല്ലാ ഇന്ത്യൻ ക്രിറ്റിക്സും സിനിമയ്ക്ക് നല്ല പോസിറ്റീവ് റിവ്യൂ ആണ് കൊടുത്തത്. കേരളത്തിന് പുറത്തുള്ള മെയിൻ ക്രിറ്റിക്സ് എല്ലാവരും 2023 തന്നെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായിട്ടാണ് കാതലിനെ കണ്ടിരുന്നത്. എന്നാൽ സിനിമ ഇറങ്ങിയ സമയത്ത് കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മലങ്കൽ റിവ്യൂർ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും സിനിമ ജയിച്ചു എന്നുള്ളത് ഓക്കെ. ഈവൻ വാലിബനായാലും ചില റിവ്യൂസ് അവർക്ക് വർക്കാകാത്ത കാര്യങ്ങൾ, അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുന്ന പല വീഡിയോകൾ ഉണ്ടായിരുന്നു. അതെല്ലാം അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. എനിക്ക് പേഴ്സണലി സിനിമ ഇഷ്ടമായില്ല, എനിക്ക് വർക്കായില്ല, അതുകൊണ്ട് സിനിമ കൂതറപ്പാടാണ്, സിനിമ മലങ്കൾട്ടാണ് എന്നൊക്കെ പറയുന്നത് കുറച്ച് കൂടി പോയതായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനത്തെ റിവ്യൂകൾ കേട്ട് പലർക്കും ഇഷ്ടമാകാൻ സാധ്യതയുള്ള സിനിമ, അത് മലയാള സിനിമയെ ലോക നിലവാരത്തിൽ എത്തിക്കാൻ പോകുന്ന സിനിമകൾ പരാജയപ്പെടുന്നതും ഒരു പ്രശ്നം തന്നെയാണ്. ശരിക്കും ഇങ്ങനത്തെ പരീക്ഷണ സിനിമകൾ മലയാളത്തിലൊക്കെ വളരെ അപൂർവമായിട്ടാണ് ഇറങ്ങാറ്. നമ്മുടെ നാട്ടിലെ ഒരു മുത്തശ്ശി കഥയെ വെസ്റ്റേൺ സിനിമ സ്റ്റൈലിൽ നാരേറ്റ് ചെയ്യുന്ന ഒരു ഫാന്റസി വേൾഡ് ആണ് ലിജോ ക്രിയേറ്റ് ചെയ്യുന്നത്. മുത്തശ്ശി കഥ പോലെ സിനിമ പറയുന്നതുകൊണ്ട് സിനിമയുടെ പേസ് കുറച്ച് സ്ലോ ആണ്. അതുപോലെ വെസ്റ്റേൺ സ്റ്റൈലിൽ എടുത്തുകൊണ്ട് ഒരുപാട് വൈഡ് ആയിട്ടുള്ള ലോങ് ഷോട്ടും സിനിമയിലുണ്ട്. പക്ഷെ ഇവര് പറഞ്ഞ അത്രയ്ക്ക് മോശമുള്ള സിനിമയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മൂവി ലവേഴ്സിന് ഒരു മസ്റ്റ് വാച്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മുത്തശ്ശി കഥ പോലെ എടുത്ത സിനിമയിൽ എന്നാ മല്ലണ്ണ വെച്ചാല് 2 കോരി ചോറൊക്കെ ഇട്ട് ഡയറ്റ് ഒക്കെ നോക്കിയിട്ട് കഴിക്കുക. അതിന്റെ കൂടെ മല്ലണ്ണ നരസിംഹത്തിലെ ഡയലോഗ് പറയാം, അത് നമുക്ക് തൃശ്ശൂർ സ്ലാങ് കൊടുക്കാം.
നാടക ഡയലോഗ് അല്ലേ പ്രശ്നം. എന്റെ പൊന്നു ചേട്ടാ, ഇത് മുത്തശ്ശിക്കഥയാണ്. ഇതാണ് ഡയറക്ടർ എന്താണ് സിനിമയിലൂടെ നമ്മളോട് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ നോക്കാണ്ട്. സിനിമാ പ്രേമികളെ തിയേറ്ററിൽ എത്തിക്കാൻ അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർ തന്നെ നല്ല സിനിമകൾക്ക് മോശം റിവ്യൂ കൊടുത്തിട്ട് മലകൾട്ടായും കൂതറപ്പടായൊക്കെ ഡീഗ്രേഡ് ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫാൻ ഷോയ്ക്ക് രാവിലെ തന്നെ എണീറ്റ് തിയേറ്ററിലെത്തി താരത്തിന് വേണ്ടി ജയ് വിളിക്കാൻ കാത്തുനിന്ന് ലാസ്റ്റ് ജയ് വിളിക്കാനുള്ള സീനുകളൊന്നും ഇല്ലാന്ന് കാണുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ അവർ പറയാറുണ്ട്. ആ ഫാൻസിന്റെ ഒപ്പീനിയന്റെ ലെവലിലേക്ക് നമ്മുടെ മെയിൻ റിവ്യൂസിന്റെ റിവ്യൂ എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. ചിലപ്പോൾ സിനിമ നല്ല സിനിമയാണെങ്കിലും ആ റിവ്യൂ കണ്ട് സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമാ പ്രേമികൾ പോലും സിനിമ കാണാൻ ചാൻസ് ഇല്ല. റിവ്യൂസ് വേണം. അത് ഫസ്റ്റ് ഡേയോ ഫസ്റ്റ് ഷോയോ ഇനി സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വേറെ വല്ല ഫിലിം ഫെസ്റ്റിവലിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടൊക്കെ വേണമെങ്കിൽ റിവ്യൂ ചെയ്യാം. മോശ സിനിമകളെ മോശ സിനിമയാണെന്ന് തന്നെ ഓപ്പണായി പറയുമ്പോഴാണ് ഈ മോശ സിനിമ എടുക്കുന്ന ആൾക്കാർ നല്ല സിനിമകളൊക്കെ എടുക്കാൻ ശ്രമിക്കുക. സിനിമ റിവ്യൂ ചെയ്യുന്നവരും സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാരെ പോലെ തന്നെ കുറച്ച് ഉത്തരവാദിത്തോടെ ആയിരിക്കണം അത് പറയേണ്ടതെന്ന് മാത്രം. ഇതും എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം. നിങ്ങളൊരു മൂവി ലവർ ആണോ എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ മൂവി ലവേഴ്സ് ആയ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക.